നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തൃക്കരിപ്പൂർ തളിച്ചാലത്തെ ചായ ഹട്ടിലാണ്. ഇവിടെ നിന്ന് ഇന്ന്, അതായത് ജൂൺ 8-ന് ഓരോ ചായ വാങ്ങി കുടിക്കുന്നതും ഒരു കാരുണ്യ പ്രവർത്തനമായി മാറുകയാണ്. തൃക്കരിപ്പൂർ കരോളം ഈസ്റ്റിലെ AK വിഷ്ണുദേവ് ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ചായ ഹട്ടിലെ ചായ ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം അദ്ദേഹത്തിന്റെ ചികിത്സ സഹായത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് കുടിക്കുന്ന ഓരോ ചായയും വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയായിരിക്കെ അവിടുത്തെ NSS ക്യാമ്പിന് പോകുന്ന യാത്രക്കിടയിലായിരുന്നു വിഷ്ണുദേവിന് വലിയൊരു അപകടം സംഭവിച്ചത്. ഇതിനോടകം തന്നെ പ്ലാസ്റ്റിക് സർജറികളടക്കം നടന്നു കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ തുടർ ചികിത്സകൾ നടക്കാനിരിക്കുന്നു. അതിലേക്ക് ഭീമമായ ഒരു തുക തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായാണ് ഈ ചായ ചലഞ്ച്. നമ്മുടെ തളിച്ചാലത്തെ ചായ ഹട്ട് നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ചായ ഹട്ട് നമ്മൾ സഹായിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്ന എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് ആ വിഷ്ണുദേവിന്റെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ ചടങ്ങിൽ സാജിദ സഫറുടെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യ വിശിഷ്ടാതിഥിയായി കുഞ്ഞിഷ്ണ മാഷ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കുഞ്ഞിഷ്ണ മാഷയും അതുപോലെ സിനി ആർട്ടിസ്റ്റ് അഖില ഭാർഗവനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ അസുഖം ഭേദമാകുന്ന രീതിയിലുള്ള സഹായ സാമ്പത്തികം നിങ്ങളെല്ലാവരും അടുത്തൊന്നും ഉണ്ടാവണം. ആ രണ്ട് ചെറുപ്പക്കാർ അവരുടെ മനസ്സ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രസാദ് ടീച്ചർ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ആളുകളൊക്കെ തന്നെ വന്ന് ഇങ്ങനൊരു ചാലഞ്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ യാതൊരു മടിയും കൂടാതെ റഫീദും അഫ്സലും ആ രണ്ട് സുമനസ്സുകൾക്ക് പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംരംഭവുമായി ഇതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി വന്നപ്പോൾ ഒരു മടിയും കൂടാതെ ഇന്നത്തെ ചായയുടെ മുഴുവൻ തുകയും ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകാമെന്നവർ വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് ടീ ചാലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. പലർക്കും ഇപ്പോൾ ഏത് നിമിഷമാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ വിഷ്ണുദേവനെ സംബന്ധിച്ച് അദ്ദേഹം പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കാഞ്ഞങ്ങാട് വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. നിർധനരായ കുടുംബമാണ്. അവരെ സഹായിക്കുന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഈ കുട്ടിയോടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേമലൂല് ഒക്കെ വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള അഖില ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എത്തിപ്പെട്ടതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് അഖില ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മാധ്യമ പ്രവർത്തകരുടെ വലിയൊരു പിന്തുണയും സഹായമൊക്കെ ഉണ്ട്. ഏറ്റവും മികച്ച നിലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ട് എത്രയും വേഗം 15 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി സംഘടിപ്പിക്കേണ്ടത്. അതിന് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഭയങ്കര യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. ഫാമിലിയായിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ വിഷ്ണുദേവിൻ്റെ ഈ ഒരു ചികിത്സയ്ക്കായിട്ടുള്ള ടീ ചലഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വിഷ്ണുദേവനായി നാടൊന്നാകെ കൈകോർത്തിരിക്കുകയാണ്. 15 ലക്ഷം രൂപയാണ് ഇനി തുടർ ചികിത്സയ്ക്കായി കണ്ടെത്താനുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ സ്വരൂപിക്കാം എന്നുള്ള വലിയ ആത്മവിശ്വാസം ഈ നാട്ടുകാർക്കുണ്ട്. വീണുപോകുന്ന ഒരാളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്ന് മാതൃകാപരമായ ഈ പ്രവർത്തനം കാണിച്ചു തരുന്നു. നന്ദി.